അമ്പലപ്പുഴ കക്കാഴം സർവീസ് സഹകരണ ബാങ്കിന്റെ ഭൂമി ഇടപാടിൽ ക്രമക്കേട് ആരോപിച്ച് ഇഡിക്ക് പരാതി. സിപിഎം ഭരണസമിതി നടത്തിയ ഭൂമി ഇടപാടാണ് വിവാദത്തിലായത്. ബാങ്കിന്റെ ഉടമസ്ഥതയിലുള്ള ഭൂമി 31 ലക്ഷം രൂപയ്ക്ക് ദേശീയപാത അതോറിറ്റി ഏറ്റെടുത്തപ്പോൾ ഇതിനോട് ചേർന്നുള്ള നാട്സ് വസ്തു സ്വകാര്യ വ്യക്തിക്ക് വിറ്റത് 1/4 വിലയ്ക്ക് എന്നാണ് പരാതി. ജിജീഷ് കരുണാകരൻ ചേരുന്നു. ജിജീഷ്, എന്താണ് ഇതുമായി ബന്ധപ്പെട്ട കൂടുതൽ വിവരങ്ങൾ? രോഹിണി, ഈ കക്കാഴം സർവീസ് സഹകരണ ബാങ്കിന്റെ ഭൂമി ഇടപാടിൽ അടിമുടി ക്രമക്കേട് നടന്നു എന്ന ഒരു പരാതി തന്നെയാണ് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റിന് മുന്നിൽ എത്തിയിരിക്കുന്നത്. ഈ പരാതി വിശദമായ പരിശോധിച്ച് തുടർ നടപടികളിലേക്ക്, അല്ലെങ്കിൽ ആ പരാതിയുമായി ബന്ധപ്പെട്ട പ്രാഥമികമായ തന്നെയുള്ള ഒരു പരിശോധനയാണ് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് ഈ ഒരു ഘട്ടത്തിൽ പ്രധാനമായും നടത്തുന്നത്. കക്കാഴം സർവീസ് സഹകരണ ബാങ്കിന്റെ ഉടമസ്ഥതയിൽ ദേശീയപാതയുടെ ഓരത്ത് തന്നെ ഉണ്ടായിരുന്ന 15.5 സെന്റ് ഭൂമിയുടെ ഇടപാടിലാണ് കോടികളുടെ നഷ്ടം അത് ബാങ്കിനുണ്ടാക്കിയത് എന്ന കാര്യമാണ് ചൂണ്ടിക്കാണിക്കപ്പെടുന്നത്. ഈ പരാതിയിൽ ഉയർത്തിയിരിക്കുന്നത് ബാങ്കിന്റെ ഭാരവാഹി സിപിഎമ്മിന്റെ നിയന്ത്രണത്തിലാണ്. സിപിഎം അമ്പലപ്പുഴ മുൻ ഏരിയ സെക്രട്ടറിയായ ഓമനക്കുട്ടൻ പ്രസിഡന്റായ ഭരണസമിതിക്കെതിരെയാണ് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റിന് മുന്നിൽ ഇപ്പോൾ പരാതി ലഭിച്ചിരിക്കുന്നത്. ഈ പരാതിയിൽ പ്രധാനമായും ചൂണ്ടിക്കാണിക്കുന്ന കാര്യമെന്ന് പറയുന്നത് വലിയ നഷ്ടം ബാങ്കിന് ഇതുമായി ബന്ധപ്പെട്ടുള്ള ഭൂമി ഇടപാടിൽ വരുത്തിയിരിക്കുന്നു. ഇത് പുനപ്ര സ്വദേശിയായ രാജു എന്നയാളാണ് ഈ പരാതി നൽകിയത്. 15.5 സെന്റിൽ 3 സെന്റ് 186 ചതുശ്ര ലിങ്സ് ഭൂമിയാണ് ദേശീയപാത വികസനത്തിന് വേണ്ടി ഏറ്റെടുത്തപ്പോൾ അതിന് പ്രതിഫലമായി ലഭിച്ചത് 31 ലക്ഷം രൂപയായിരുന്നു. എന്നാൽ ശേഷിച്ച 12 സെന്റ് ഭൂമിയിൽ 10 സെന്റ് ഭൂമി ബിനു ജോസഫ് എന്ന വ്യക്തിക്ക് വിറ്റപ്പോൾ ആകെ ലഭിച്ചത് 32 ലക്ഷം രൂപയും. അങ്ങനെ ഈ ഒരു തുകയിലുള്ള ഇടപാടുകളിലുള്ള വലിയ വ്യത്യാസം അത് തന്നെയാണ് ഈ ഒരു ക്രമക്കേടിന്റെ പ്രധാനപ്പെട്ട തെളിവായി പരാതിക്കാർ ചൂണ്ടിക്കാണിക്കുന്നത്. അത്തരത്തിൽ ഏറ്റവും കുറഞ്ഞ വിലയ്ക്ക് ഭൂമി ഇടപാടുകൾ നടത്തിക്കൊണ്ട് വലിയ തോതിലുള്ള സാമ്പത്തിക ക്രമക്കേടുകൾ ഇവിടെ നടന്നിട്ടുണ്ട് എന്ന കാര്യമാണ് ചൂണ്ടിക്കാണിക്കുന്നത്. ഇതിൽ നികുതി ഇനത്തിലോ അല്ലാതെയോ തട്ടിപ്പ് നടന്നു എന്ന കാര്യമാണ് സംശയകരമായി ഉള്ളത്. അത്തരം കാര്യങ്ങളിലാണ് പരിശോധന വേണ്ടത്. മാത്രമല്ല, ഇതിൽ കള്ളപ്പണം സാധാരണ നില എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റിന്റെ ഇടപാടുകൾ എന്ന് പറയുന്നത് ഇതുമായി ഭൂമി ഇടപാടിൽ വിനിയോഗിച്ച പണത്തെക്കുറിച്ചടക്കമുള്ള കാര്യങ്ങളിൽ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റിന്റെ അന്വേഷണം സാധാരണഗതിയിൽ ഇത്തരം പരാതികൾ ലഭിക്കുമ്പോൾ ഉണ്ടാകാറുണ്ട്. അങ്ങനെ അത്തരം കാര്യങ്ങളെല്ലാം തന്നെ ഉൾപ്പെടുത്തുന്നതായിരിക്കും ഈ ഒരു അന്വേഷണം ഉണ്ടാവുക. നിലവിൽ അതേസമയം ശേഷിച്ച ഈ ഒരു ഭൂമി വിൽപ്പനയ്ക്ക് ശേഷം 2 സെന്റ് ഭൂമിയാണ് ശേഷിച്ചിരുന്നത്. ഈ ശേഷിച്ച 2 സെന്റ് ഭൂമി പോലും ഇപ്പോൾ ബാങ്കിന്റെ കൈവശമില്ല എന്നതാണ് യാഥാർത്ഥ്യം എന്ന കാര്യവും പരാതിക്കാർ ചൂണ്ടിക്കാണിക്കുന്നുണ്ട്. നടപ്പ് സാമ്പത്തിക വർഷം ബാങ്കിന്റെ പേരിൽ ഈ ഭൂമിയുടെ കരമടച്ചിട്ടുണ്ട്. എന്നാൽ ബാങ്ക് അല്ല അടച്ചത്. വില്ലേജ് ഓഫീസർ 2 സെന്റ് ഭൂമി ബാങ്കിന്റെ ഉടമസ്ഥതയിൽ നിന്ന് സാക്ഷ്യപ്പെടുത്തുന്നു. എന്നാൽ ഭൂമി കൈവശമില്ല എന്നാണ് ഭരണസമിതി പറയുന്നത്. അങ്ങനെ സ്വന്തമായി ഉണ്ടായിരുന്ന ഭൂമി പോലും നഷ്ടപ്പെടുത്തുന്ന ഒരു സ്ഥിതിയിലേക്ക് ആ ഒരു അരാജകത്വ ഭരണം നീളുന്നു എന്ന് തന്നെയാണ് പ്രധാനമായും ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് ചൂണ്ടിക്കാണിക്കപ്പെടുന്ന ഒരു കാര്യമെന്ന് പറയുന്നത്. മാത്രമല്ല, ഭരണസമിതിയുടെ അനാസ്ഥയിൽ ഇത്തരത്തിൽ ഭൂമി അന്യാധീനപ്പെട്ടു പോവുകയാണ് എന്നും ചൂണ്ടിക്കാണിക്കുന്നു. ഭൂമിയുടെ കൈമാറ്റത്തിലൂടെ ദേശീയപാതയ്ക്ക് അഭിമുഖമായി ഉണ്ടായിരുന്ന ഭൂമി വിറ്റ് പകരം സെന്റ് കുറഞ്ഞ വിലക്ക് ഭൂമി വാങ്ങി എന്നതടക്കമുള്ള കാര്യങ്ങളാണ് പ്രധാനമായും ആക്ഷേപമായി നിലനിൽക്കുന്നത്. ഇത്തരം കാര്യങ്ങളെല്ലാം തന്നെ വിശദമായി ഉൾപ്പെടുത്തിക്കൊണ്ടും അതിൻ്റെ സമഗ്രമായ കാര്യങ്ങൾ പരാതിക്ക് അനുബന്ധമായിട്ടുള്ള രേഖകൾ ഉൾപ്പെടെ സമർപ്പിച്ചുകൊണ്ടുമാണ് പരാതി സമർപ്പിച്ചിരിക്കുന്നത്. നമുക്കറിയാം, സഹകരണ ബാങ്കുകൾ കേന്ദ്രീകരിച്ച് പലതരത്തിലുള്ള തട്ടിപ്പുകൾ നടത്തുന്നുണ്ട്. അതിൽ ഒന്ന് നിക്ഷേപ തട്ടിപ്പ് പ്രധാനമായും നടക്കുന്നു. അതോടൊപ്പം തന്നെ ഭരണസമിതിയുടെ തന്നെ പല ഭരണസമിതികളുടെയും തന്നെ മേൽനോട്ടത്തിൽ, പ്രത്യേകിച്ച് CPM-ന്റെയും കോൺഗ്രസിന്റെയും എല്ലാം ഭരണസമിതികളുള്ള ആ ഭരണസമിതികളുടെ നേതൃത്വത്തിൽ തന്നെയുള്ള ഇടപാടുകൾ നടക്കുന്നു. അതേ സാഹചര്യത്തിൽ തന്നെയാണ് ഇപ്പോൾ ഭൂമി ഇടപാടുകൾ കൂടി കക്കാഴം ബാങ്കിന്റെ ഭൂമി ഇടപാടുകളിൽ കൂടിയുള്ള ക്രമക്കേടുകൾ, അത്തരം ഒരു പരാതി എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റിന് മുന്നിൽ വന്നിരിക്കുന്നത്. ശരി, ജിജീഷാണ് വിശദമായ വിവരങ്ങൾ നൽകിയത്.